ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തെ പടമായതുകൊണ്ട് തന്നെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി ട്രൈ ചെയ്യപ്പെടാത്ത ഒരു ജോണറാണ് സിനിമ പറയുന്ന കഥ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ സ്റ്റൈലും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ചെറിയ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. പക്ഷേ ഓവർവെൽമിങ് റെസ്പോൺസ് ആയിരുന്നു. ക്രിറ്റിക്സും റിവ്യൂവേഴ്സും പ്രേക്ഷകരും തന്ന സ്നേഹമൊക്കെ I can't say thank you enough. I'm really happy and I'm really hoping that more and more people will come and watch the film in theatres. Thank you. സാറിൻ്റെ കൂടെ സാറിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസും സാറിൻ്റെ പേരും ഒക്കെ ഒത്തിരി സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സാറിനെ പോലൊരു ബ്രാൻഡ് ഈ സിനിമയായിട്ട് അസോസിയേറ്റഡ് ആകുമ്പോൾ അതിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാകും. ആ പ്രതീക്ഷയിൽ ആൾക്കാർ തിയേറ്ററുകളിലോട്ട് വരും, എന്നിട്ട് നമ്മുടെ സിനിമ കാണും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്, അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാദറാണ് എൻ്റെ ഡയലോഗ് എഴുതിയത്. സ്റ്റോറി സ്ക്രീൻ പ്ലേ ഞാനും, ഡയലോഗ് ഫാദറാണ് എഴുതിയത്. അപ്പോൾ ഡയലോഗ്സിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് പേഴ്സണലി ഒത്തിരി സന്തോഷമുണ്ട്. അതെ, ഞാൻ വിശ്വസിക്കും, ഞാൻ അവരോട് എപ്പോഴും പറയും, ഇത് നിങ്ങളുടെ കരിയറിലെ ചെയ്തിട്ടുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും ഞാനെപ്പോഴും അവരോട് പറയും. അത് പ്രേക്ഷകരുടെ റിയാക്ഷൻസ് കിട്ടുമ്പോൾ അത് ശരിയായിരുന്നു, സത്യമാണെന്ന് തോന്നും. ദേ ഓൾസോ ഫീൽ ദ സെയിം. അങ്ങനെ ഒരു കഥ എഴുതി അതിനെ സ്ക്രിപ്റ്റാക്കി വന്നപ്പോൾ അത് കൊള്ളാലോ എന്ന് തോന്നി. ജീത്തു സാറിന് വായിക്കാൻ കൊടുത്തു. സാറ് വായിച്ചിട്ട് പറഞ്ഞു, ഇതായിരിക്കണം അർഫാസിൻ്റെ ഫസ്റ്റ് പടം എന്ന് സാറ് പറഞ്ഞു. സാറ് തന്ന ഒരു കോൺഫിഡൻസിൽ അങ്ങ് ഇറങ്ങി തിരിച്ചു, ഇപ്പോൾ ഇവിടെ എത്തി. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം.